പകലിന്റെ സമയം ചൂട് കഠിനമാണ്. അസഹ്യമായ ചൂട് അനുഭവിക്കുമ്പോൾ അത് താങ്ങാൻ നമ്മളുടെ ശരീരങ്ങളെ കൊണ്ട് സാധ്യമാകാതെ വരുമ്പോൾ അതേ സൂര്യൻ, കത്തിജ്വലിക്കുന്ന സൂര്യൻ നാളെ തലക്ക് മുകളിൽ വന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഖിയാമത്തിന്റെ മഹ്ശറിലെ അവസ്ഥയാണ്. അന്ന് മനുഷ്യർ മുഴുവൻ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞു, സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹ് യൗമ ലാ ദില്ല ഇല്ലാ ദില്ല. അള്ളാഹുവിന്റെ തണലില്ലാതെ ഒരു തണലുമില്ലാത്ത ദിവസം 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹു പ്രത്യേകമായി തണൽ നൽകുന്ന. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വശാബുൻ നശഅ ഫി ഇബാദത്തില്ലാഹ്. അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് വളർന്നു വരുന്ന യുവാക്കളാണ്. മൂന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് വറജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്. അവന്റെ ഹൃദയം പള്ളികളുമായി ബന്ധപ്പെട്ട ആളുകളാണ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരു യൗവന കാലഘട്ടം നമ്മളിലൂടെ കടന്നു വന്നാൽ അള്ളാഹുവിന്റെ പള്ളികളോടൊരു ഹൃദയബന്ധം നമ്മളിലൂടെ സൂക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഥാർത്ഥമായ മുഅ്മിനിന്റെ ലക്ഷണമായി എണ്ണി പറഞ്ഞത് ഇന്തിളാറുസ് സ്വലാത്തി ബഅദസ് സ്വലാത്ത്. ഒരു നിസ്കാരം കഴിയുമ്പോൾ അടുത്ത നിസ്കാരത്തിന് അവനിങ്ങനെ കാത്തുകൊണ്ടിരിക്കാൻ. അവന്റെ ജോലിസ്ഥലമാണോ അടുത്ത വക്തിൽ അള്ളാന്റെ പള്ളി എനിക്ക് വേണം. ഓരോ സമയത്തും അള്ളാഹുവിന്റെ പള്ളിയോടുള്ള ആത്മബന്ധങ്ങൾ, ആ പ്രകാശം എന്നിലേക്ക് കടന്നു വരണമെന്നാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിന്റെ നേരത്തെ പള്ളിയിലേക്ക് ഇങ്ങനെ കടന്നു പോകുമ്പോ അവിടെയും പ്രവാചകൻ ചെയ്തൊരു ദുആ ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടു വന്നതാണ്. അള്ളാഹുവിന്റെ പ്രവാചകനാണ് ദുആ ചെയ്യുന്നത്, അള്ളാഹു ആ പ്രകാശം എനിക്ക് തരണേ. അവിടെ പ്രവാചകൻ പറയുന്ന, അള്ളാഹുവേ എന്റെ ഹൃദയത്തിന് നിന്റെ പ്രകാശം തരണേ. എന്റെ കാഴ്ചയിലും എന്റെ കേൾവിയിലും എന്റെ മുകളിലും എന്റെ താഴ്ഭാഗത്തും അള്ളാഹുവേ പ്രകാശങ്ങളെ കൊണ്ട് നിറക്കണേ അല്ലാഹ്. ആ പ്രകാശം ലഭിക്കുന്നത് അല്ലാഹുവിന്റെ പള്ളികളിൽ നിന്നാണെങ്കിൽ ആ പള്ളിയുമായുള്ള ഹൃദയബന്ധമാണ്. അത് വിട്ടുകൊണ്ടൊരു വിശ്വാസിക്കൊരു ജീവിതമില്ല. അവന്റെ എല്ലാ സാഹചര്യങ്ങളിലും അത് കടന്നു വരുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, ആ ചൈതന്യമാണ് യൗവന കാലഘട്ടത്തിലും പകർന്നു കൊടുക്കാനുള്ളത്.